നിരാഹാരം നിരാഹാരം നഷ്ടപരിഹാരം നഷ്ടപരിഹാരം സംഭാവന സംഭാവന നിരാഹാരം നിരാഹാരം മരണം വരെയും മരണം വരെയും മരണം വരെയും നഷ്ടപരിഹാരം നഷ്ടപരിഹാരം. പൊന്നു സാറേ, സാറിങ്ങനെ കറങ്ങി നടന്നാൽ എങ്ങനെ? എന്നാ അതിനൊരു അവസാനം? കണ്ടില്ലേ വേറെ നിന്നെ കിടപ്പം പടുതി? അതേ ദഹനക്കേടുണ്ടായിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ സാറേ, ഇതൊന്ന് തീർക്കണ്ടേ? കുറെ ദിവസം ആയല്ലോ, തീരാറായില്ലേ? കുറ്റിയും കൊല്ലൊക്കെ പറഞ്ഞിട്ട് പോടെ. അങ്ങനെ അങ്ങ് പോയാലോ സാറേ? മറ്റേ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിച്ചു. ആ അത് ശരി. ഇനി നിനക്കൊക്കെ വേണ്ട ഞാൻ കൈക്കൂലി പിടിക്കാൻ നടക്കണം. അതല്ല സാറേ, സാറ് പറഞ്ഞ ചാക്കോച്ചൻ കേക്ക്. ഇത്രയും ദിവസം ഞങ്ങൾ ഇവിടെ കുത്തിയിരുന്നതല്ലേ, മെനക്കേട് കൂലിയെങ്കിലും തരാൻ പറ. ഹോട്ടലുകാരോട് സമാധാനം പറഞ്ഞ് മടുത്തു. സാർ ഒന്ന് സഹായിക്കണം, കാല് പിടിച്ച് പറയാം. ശരി, ചാക്കോച്ചനെ കയറി കണ്ടുകളാം, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ തരുന്നത് വാങ്ങിച്ചിട്ട് പോയിക്കോണം. കാശിന്റെ കാര്യം പറഞ്ഞ് അവിടെ എന്തെങ്കിലും കച്ചപിച്ച ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നീയൊക്കെ എവിടെ ആയിരിക്കും അറിയാമല്ലോ. അയ്യോ അറിയാമേ. എവിടാ? അകത്ത് അല്ല, ആശുപത്രിയിൽ. ആ മിടുക്കൻ. അജിത്തും കൂട്ടും വരുന്നുണ്ട്. യാതൊരു കാരണവശാലും അമ്മമാരെ അകത്തേക്ക് പറഞ്ഞു മനസ്സിലായി. പിന്നെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും കഴിയുന്നു ഇവിടെ എവിടെയായിരുന്നു കന്നുകാലികളെ? ആ ഭാഗത്തേക്കൊന്നും കാണാനില്ലായിരുന്നല്ലോ. മുദ്രാവാക്യം വിളിച്ച് ചങ്ക് പൊട്ടി. അറിയാ, നമുക്കിന്ന് കോമ്പൻസേഷൻ കിട്ടി. കിട്ടിയെന്ന് വെച്ചാൽ തന്നൊന്നുമല്ല, ബലം പ്രയോഗിച്ച് മേടിച്ചു. അതിന് ഷെയർ വേണോ? വേണ്ട. വേണോ? ഏതാ നമുക്ക് ഇത് ഷെയർ ചെയ്യാം. ഇവിടെ അറിയില്ലേ? LC, മേരി, മഞ്ജു. അല്ലയോ, നമുക്കിന്ന് ആഘോഷിക്കണ്ടേ? എടാ പൊടി, ക്ലാസ് എത്രടാ? ഇവിടെ നിന്ന് കുടിക്കാൻ പറ്റത്തില്ല. എന്റെ ഫാദർക്ക് പോയി. ഓ ഫാദറിനെ പേടിയുള്ളൊരു പുണ്യാളെ എന്ന് തുടങ്ങിയത്. എടാ പൊടി, ഒരു ക്ലാസ് എത്രടാ? അജിത്തെ, ഇവിടെ നിന്ന് കുടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഓ, നിനക്ക് ഗ്ലാസ് വരാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഞങ്ങൾ റോ ആയിട്ട് അടിച്ചോളാം. കൊണ്ടാ കൊടുക്ക. കണ്ടോ കണ്ടോ? അജിത്തെ ചുമ്മാ കളിക്കരുത്, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അജിത്തെ ഒരുമാതിരി പോകൃത്തിനെ കാണിക്കരുത് കേട്ടോ. ഒന്ന് പോടാ അവിടെ നിന്ന്. പാടി, ഇത് നമ്മുടെ സ്വന്തം വീടാ. എവരും തമാശ കാണിക്കുന്നത്. നീ പേടിക്കൊന്നും വേണ്ട, ഇത് വളരെ തമാശയാ. വാ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. എന്റെ പ്രശ്നം ഉണ്ടാകല്ലേ. നീ എന്നെ തല്ലുകൊള്ളാനും മുദ്രാവാക്യം പിടിക്കാനും ഞാൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മറ്റന്മാരെണ്ണോടെ പോയി. ആ അല്ല, തടവുള്ളി എന്തിടാ? ചാടിപ്പോയോ? ചേച്ചി പ്രണാമം സാറാ. ആ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ഗ്യാപ്പ് കിട്ടിയാ ചാടി പോണ്ടേ? ഇവിടെ കൈക്ക് വേദനുണ്ടോ? നിനക്കൊണ്ടാ വേദന? ഒന്നുമില്ല. ഇതൊന്ന് വരട്ടി ഇത്തിരി ചൂട് പിടിച്ചാൽ മതി. അല്ല, ഇങ്ങനെ കിഡ്നാപ്പിങ്ങും ഡിസ്കോയും ഒക്കെ ആയിട്ട് നടന്നാ മതിയോ? കോളേജിൽ പോകാൻ പഠിക്കാനും വേണ്ടേ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ആ പ്രിൻസ് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന പിന്നെ എങ്ങനെയാ? പ്രിൻസ് ആളെങ്ങനെയാ? ഓ, അങ്ങനെ കാര്യം പറയാതിരിക്കുക. ഒരു കണ്ണു ചൊല്ലാത്ത മനുഷ്യനാ. അപ്പോ എല്ലാവരെയും തിരിച്ചെടുത്താ മര്യാദക്ക് കോളേജിൽ പോയും പഠിക്കുകയോ ഒക്കെ ചെയ്യുവോ? അതോ വല്ല മയക്കുമരുന്നൊക്കെ അടിച്ച് നടക്കോ? എന്താ സാറേ, ഞങ്ങൾ അതൊക്കെ എന്നേ നിർത്തി. ഞങ്ങളിപ്പോ കൈകൊണ്ട് തൊടാറില്ല, ഒക്കെ നിർത്തി. സാർ ചുമ്മാ കളിയാക്കാതെ. ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പലിനെ കണ്ട് സംസാരിച്ചു. എല്ലാവരുടെയും സസ്പെൻഷൻ പിൻവലിപ്പിച്ചിരിക്കുന്നു. സത്യം ഞാൻ കള്ളം പറയണം.
സാറിന് കുടിക്കാൻ ചായ എടുക്കട്ടെ. കുറച്ച് സീറ്റ്സ് എടുക്കട്ടെ. ഹോസ്പിറ്റലിലെ കുട്ടിക്ക് എങ്ങനെയുണ്ട്? ജോർജ് കുട്ടിക്ക് ഹീസ് ബെറ്റർ, ഇംപ്രൂവ്. ഒരു കത്തുണ്ട്, ഓഫീസിൽ വന്നതാ. അയ്യോ, ഇത് അച്ഛന്റെ കത്താണല്ലോ. ആ എന്റെ ദേവി, മറ്റന്നാ ഓണാണെന്ന്. അയ്യോ അയ്യോ, ഞാൻ ആകെ മറന്നുപോയി. നാട്ടിൽ അച്ഛൻ ഒറ്റയ്ക്ക്. ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ പോട്ടെ. എനിക്ക് പോണം. ഞാൻ പോവാ. എനിക്ക് പോണം. എനിക്ക് പോണം. പോണെന്ന് പറഞ്ഞ ഇവന്മാര് വിടണ്ടേ? സാറ് ചുമ്മാ ഒരു മാതിരി. ചേച്ചി വിളിക്കാം. മറ്റന്നാ ഓണാണെന്ന്. ഓണോ? ആ മറ്റന്നാളോ? ഞാൻ പോവാ. അപ്പൊ ഞങ്ങളോ? നിങ്ങളും പോരെ? സത്യായിട്ടും? നിങ്ങളും പോരെ? സാറ് അല്ല, ചേട്ടൻ വരുന്നോ? നമുക്ക് ഓണം അവിടെ ആവാം. അച്ഛനെയും കാണാമല്ലോ. ചേച്ചി എന്താ ഈ പറയുന്നേ? സാറിന് എന്തുമാത്രം ജോലി തിരക്കുള്ളതാ? അല്ല, ജോലി തിരക്കുണ്ടോന്ന് ചോദിച്ചാ ജോലി തിരക്കുണ്ട്. എന്നാ അതുപോലെ അവധിയുണ്ട്. അല്ല, നിങ്ങൾ എല്ലാവരും കൂടെ പോയി ആഘോഷിക്കുക ചെയ്യുമ്പോൾ ഞാൻ മാത്രം ഒറ്റയ്ക്ക് കൂടെ ഇങ്ങനെ ബോറടിച്ച്. അല്ല, അപ്പൊ സാറിന് അമ്മയെ കാണാൻ പോണെന്ന് പറഞ്ഞതോ? ദിനേശ്വരി, വരൂ. അച്ഛാ, ഈ വണ്ടിയും പത്രാസവും കണ്ടപ്പോ ഞാൻ വിചാരിച്ചിട്ട് വഴിതെറ്റി വല്ലവരും ഓണം എന്നുള്ളതൊക്കെ മറന്നില്ലേ? വരൂ. മാഷ്ക്ക് എന്നെ മനസ്സിലായോ? മോഹൻ നല്ല പരിചയമുണ്ട്, പക്ഷെ ആളെ അങ്ങോട്ട് പിടികിട്ടില്ല. അച്ഛന് ആളെ മനസ്സിലായില്ലേ? മഹാകവി കാളിദാസൻ. കാളിദാസൻ പൊട്ടക്കവി. എടാ മിടുക്ക, നീ അങ്ങ് പോത്തനായല്ലോ. വലിയ വീശൊക്കെ വെച്ച്. പിന്നെ പോലീസിലാ ജോലി. ഓ, അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ, അതാ നല്ലത്. ഇന്ദു, കൊച്ചുമോള് വന്നപ്പോ പറഞ്ഞു തന്നെ കണ്ടു, സംസാരിച്ചു. പക്ഷെ രൂപം എങ്ങനെയാവും ഞാൻ വിചാരിച്ചില്ല. എന്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ പീക്കിരി പയ്യനല്ലേ, കള്ളക്കവി. അച്ഛന് ഇവരെയൊക്കെ മനസ്സിലായോ? അതും ഈ പറഞ്ഞ പോലെ നല്ല മുഖപരിചയം തോന്നുന്നുണ്ട്. ഇവന്മാരെ കേരളം മുഴുവൻ നല്ല മുഖപരിചയം. ഇപ്പൊ കഞ്ചാവ് പാർട്ടീസ്, യുവത്വം മയക്കത്തിൽ, പത്രത്തിൽ വന്ന ലേഖനം. എങ്ങനെ, ഇപ്പോഴും യുവത്വം മയക്കത്തിൽ തന്നെയാണോ? മതി മതി, അത്ര വലിയ വിനിയൊന്നും കാണിക്കണ്ട. ഏയ്, ആളുകളെ വിളിച്ച് വീട്ടിൽ വരുത്തിയിട്ട് രണ്ടുപേരും കുന്തം വിഴിഞ്ഞു വരെ നിൽക്കുക. പിന്നെ എന്തൊക്കെയുണ്ട് കാളിദാസൻ? ഇപ്പോഴും എഴുത്തൊക്കെ ഉണ്ടോ? അവർക്ക് തിരക്കുണ്ടെന്ന് വെച്ചാൽ നാളെ തന്നെ പൊക്കോട്ടെ. അതല്ല വെച്ചാൽ 3-4 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചങ്ങോട്ട് പോവാം. ഏതായാലും ഈ ഓണക്കാലത്തെങ്കിലും നീ കുറച്ചു ദിവസം ഞങ്ങളോട് ഒന്നിച്ച് വേണം. ഇനിയിപ്പോ അടുത്ത ഓണം ഉണ്ണാൻ ഞാൻ ഉണ്ടാവൂല്ലയോ ആരും. അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പോണെന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ തന്നെ ചേച്ചി ഞാൻ വിടുന്ന വിചാരിച്ചേ. ചേച്ചിയുടെ ഡ്രസ്സും ബാഗും ഒക്കെ ഞാൻ പത്തായിട്ട് വെച്ച് പൂട്ടും. ആരോടി പോകുന്നത്? മോളെ, അച്ഛൻ അതുകൊണ്ട് പറഞ്ഞല്ല. നീ കൂടി ഇല്ല വെച്ചാൽ പിന്നെ എന്തിനാ ഓണം? എത്തില്ലോ പടാ. ആണ്ടിലൊരിക്കൽ കുളിച്ചാലേ ദേഹമൊക്കെ ഇങ്ങനെ ചൊറിയും. ഏതായാലും പുഴവെള്ളത്തിൽ കുളിച്ചപ്പോ എല്ലാവരും ഒന്ന് വെളുത്തു. നല്ലോണം തോർത്തിയോ തല? പുഴയിലെ വെള്ള ജലദോഷം പിടിക്കും. മോളെ, രാസാന്തി പൊടിയും എടുത്തോട്ടോ. അച്ഛാ, ഈ പച്ചക്കറി ചന്ത എവിടെയാ? എന്തിനാ? ഓണം നമുക്ക് പൊടി പൊടിക്കണ്ടേ? പൊടി കുടിക്കാനും മാത്രമൊന്നും ഇല്ല വെച്ചാലും ഇത്രയും പേര് കഴിക്കാനുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അയ്യോ മാഷ, ഇവന്മാരിങ്ങനെ നീർക്കോല് പോലെ ഇരിക്കുന്നു വിചാരിക്കണ്ട. ചാപ്പാട്ടരാമന്മാരാ, എല്ലാവരും പോയി വല്ല കളസോ നിക്കറോ ഒക്കെ എടുത്തിട്ട് വേഗം പച്ചക്കറി നോക്കാൻ ആള് വേണം. ഇത്തവണ ഓണം എന്റെ വക. ഓ, ഗുരുദക്ഷിണയാവും.
അച്ഛന് മുറുക്കാൻ അടിച്ചു തരട്ടെ? ഏയ് അതിനുള്ള കാലം ആയിട്ടില്ല. ആ. അത് മുത്തശ്ശന്റെ. അച്ഛാ, ആ. ഈ ചേച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സായി കാണും? ഏത് ചേച്ചിക്ക്? ഉഷ ചേച്ചിക്ക്? ആ ഉഷയ്ക്ക്. ഉഷയ്ക്ക് കഞ്ഞി തുല രാത്രിയില് 21 വയസ്സ് കഴിയും. അല്ലച്ചാ, നമ്മുടെ പ്രധാന സാറിന് എത്ര വയസ്സാണ്? പ്രതാപൻ 9 പഠിക്കുമ്പോ 34-35 വയസ്സുണ്ടാവും. അല്ലച്ചാ, ഈ പ്രതാപ് സാർ സാമാന്യം കൊള്ളാവുന്ന കുടുംബത്തിലല്ലേ? പിന്നെ വലിയ പേര് കേട്ട തറവാടാ. പ്രതാപന്റെ അച്ഛൻ ഒറ്റപ്പാലത്ത് തഹസീലായിരുന്നു, രാവുണ്ണിയായിരുന്നു, പ്രസിദ്ധനാ. പഠിക്കുന്ന കാലത്തെ പ്രതാപൻ സമർത്ഥനാ. അവന്റെ ഗുരുത്വം കൊണ്ടാ അവൻ ഇന്നീ നിലയിലെത്തിയത്. എന്താ വിനയം. ആ, പോയി. അച്ചോ, ഉം. അതൊക്കെ ശരിയാ, ഉം. പക്ഷെ ഭയങ്കര തല്ല. മിന്നൽ പ്രതാപ് എന്നാ ഞങ്ങളൊക്കെ വിളിക്കുന്നത്. എന്താ കിട്ടിയിട്ടുണ്ടോ തല്ല്? മനസ്സിലായി മനസ്സിലായി. അച്ഛ, പുകല കുറച്ചുകൂടി തരട്ടെ. DYSP ആണ്, വലിയ തല്ലുകാരനാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പേടിയാണ്, പ്രത്യേകിച്ചും അച്ഛനോട്. എങ്ങനെയുള്ള കാര്യങ്ങൾ? ഉഷ ചേച്ചിക്കും പറയാൻ മടി കാണും. എന്ത്? നിങ്ങൾ എന്തായി പറയണത്? നമുക്ക് നല്ലൊരു മുഹൂർത്തം നോക്കി ഇവരുടെ കല്യാണം നടത്തി കൊടുക്കണം, അല്ലേ കുഴപ്പം? നിങ്ങൾ പറയാൻ പറ്റില്ല. പ്രതാപ, ഉഷയില്ല എവിടെ? തന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന് വെച്ചാ തനിക്ക് എന്നോട് നേരിട്ട് പറയാറുന്നില്ലേ? എന്തിനാ കുട്ടികളെ കരുവാക്കിയത്? കുട്ടികൾ പഠിക്കുന്ന കാലത്തുള്ള ആ സൂത്രവും വേലയും ഒന്നും ഇനിയും പോയിട്ടില്ല അല്ലേ? അല്ല മാഷെ, അത് ഞാൻ ഉഷ അമ്മയില്ലാത്ത കുട്ടിയാണ്. അവളെ സുരക്ഷിതമായിട്ട് ആരുടെ കയ്യിലാ ഏൽപ്പിക്കേണ്ടെന്ന് അറിയണ്ടേ? വിഷമിക്കായിരുന്നു ഞാൻ. നിങ്ങളുടെ താല്പര്യം കുട്ടികൾ പറഞ്ഞു കേട്ടപ്പോ സന്തോഷായി. ആ കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറുന്നത് നിന്റെ ഫ്രീഡം നഷ്ടപ്പെടുമെന്ന് കരുതിയാണെന്നാ ഞാൻ വിചാരിച്ചത്. എന്തിനാ മോളെ അച്ഛനോട് ഈ വിളിച്ചു കളി? അച്ഛാ, അത് നന്നായി.